സ്നേഹമുള്ളവരെ, കേരള ജനത വളരെ ഭീതിജനകമായൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണിത്. എപ്പോൾ എവിടെ വെച്ച് ഒരു വന്യമൃഗം നമ്മളെ ആക്രമിക്കുമെന്നോ നമ്മുടെ ജീവൻ കവരുമെന്നോ പറയാൻ പറ്റാത്ത വിധം ഭീതിതമായൊരു സ്ഥിതി നമ്മുടെ ഈ നാട്ടിൽ സംജാതമായിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇക്കഴിഞ്ഞ 24-ാം തീയതി വയനാട് 48 വയസ്സുള്ള ഒരു ആദിവാസി യുവതി രാധയെ പട്ടാപ്പകൽ കടുവ കടിച്ചു കൊന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ്. റോം കത്തി അമർന്നപ്പോൾ റോമിൻ്റെ ഭരണാധികാരി ചക്രവർത്തി നീറോ വീണ വായിക്കുകയായിരുന്നുവെന്ന് ചരിത്രത്തിൽ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി സമാനമാണ് എന്ന് പറയേണ്ടി വരും. ഇവിടെ മനുഷ്യരുടെ ജീവൻ കാട്ടുമൃഗങ്ങൾ കവർന്നെടുക്കുമ്പോൾ, വനപാലകര് നരഭോജിയായ കടുവയെ അന്വേഷിച്ച് വലയുമ്പോൾ, വനം വകുപ്പിൻ്റെ മേധാവിയായിരിക്കുന്ന വനം മന്ത്രി കോഴിക്കോട് പ്രദേശത്ത് പാട്ടുപാടി രസിക്കുകയായിരുന്നു എന്ന വാർത്ത ചാനലുകളിൽ കൂടി കണ്ടപ്പോൾ ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി. എന്തിനാണ് ഇങ്ങനെ ഒരു വനം വകുപ്പ് ഇവിടെ? സാധാരണക്കാരായ മനുഷ്യരുടെ ജീവന് സുരക്ഷിതത്വം നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇവരെന്തിനാണ് ഈ കാട്ടുമൃഗങ്ങളുടെ സംരക്ഷകരായി ഇവിടെ ഇരിക്കുന്നത്? ഇത് വനം വകുപ്പാണോ മൃഗവകുപ്പാണോ എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ നാളുകളിൽ കേരളത്തിൽ സംഭവിച്ച ആക്രമണങ്ങളെക്കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ എത്രയോ ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 11 പേരെയാണ് ഈ കേരള നാട്ടിലെ കടുവ കടിച്ചു കൊന്നത്. അതിൽ ബഹുഭൂരിപക്ഷം പേരുടെയും ജീവൻ നഷ്ടപ്പെട്ടത് വയനാട് എന്ന ജില്ലയിലാണ് എന്നതും നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. എത്രയോ മരണങ്ങൾ ഇവിടെ വന്യജീവികളുടെ ആക്രമണം മൂലം നടന്നു. ഓരോ മരണവും നടക്കുമ്പോൾ നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെടും, ഇതിനെതിരെ സത്വര നടപടി സ്വീകരിക്കണം, ഇനിയൊരു മരണം ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന്. താൽക്കാലിക ആശ്വാസത്തിനായി പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണിൽ പൊടിയിടുന്ന ചില വിദ്യകളൊക്കെ കാണിച്ച് ഗവൺമെൻറ്റുകൾ നമ്മളെ പരമാർത്ഥം പറഞ്ഞാൽ പറ്റിക്കുകയാണ്. പ്രത്യേകിച്ച് വനം വന്യജീവി വകുപ്പ് ഈ നാട്ടിലെ ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത വിധത്തിൽ കാട്ടുമൃഗങ്ങളുടെ സംരക്ഷണത്തിനായി നിൽക്കുകയാണ്. മനുഷ്യജീവന് ഇവിടെ വിലയില്ലേ? മനുഷ്യൻ ഇവിടെ ജീവിക്കണമെങ്കിൽ ആര് ഇവിടെ മനുഷ്യർക്ക് സംരക്ഷണം നൽകും? ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, ഞങ്ങൾക്ക് സുരക്ഷിതത്വം തരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ സ്വയം സുരക്ഷിതത്വം നേടുവാൻ വേണ്ടി ഞങ്ങൾക്ക് തോക്ക് അനുവദിക്കണമെന്നാണല്ലോ. ജീവനെടുക്കാൻ വരുന്ന ഹിംസ്ര ജന്തുവിന് നേരെ നിറയൊഴിക്കാനുള്ള ഒരു ആയുധമെങ്കിലും ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനെതിരെ പ്രതിരോധിക്കാൻ സാധിക്കും. അതുപോലും അനുവദിക്കാതെ വനം വകുപ്പിൻ്റെ അനുമതിയും തേടി നടപടികൾക്ക് വേണ്ടി കാത്തിരുന്നാൽ ഇവിടെ അധികം ജനം ഇനി ബാക്കിയുണ്ടാവുകയില്ല ജീവനോടെ. അതുകൊണ്ട് വനം വന്യജീവി വകുപ്പിൻ്റെ സത്വരമായ ശ്രദ്ധ ഈ കാര്യത്തിൽ പെടുകയും ജനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുവാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് ഒന്നുകിൽ ഈ നിഷ്ക്രിയനായിരിക്കുന്ന വനം വകുപ്പ് മന്ത്രിയെ മാറ്റുക, അവിടെ കാര്യക്ഷമതയുള്ള ഒരു മന്ത്രിയെ പ്രതിഷ്ഠിക്കുക, അല്ലെങ്കിൽ ഈ വനം വകുപ്പ് പിരിച്ചുവിട്ട് ജനത്തിന് സുരക്ഷിതത്വം നൽകുവാനുള്ള ഒരു വകുപ്പിനെ ഇവിടെ സൃഷ്ടിക്കുക. എന്ത് ചെയ്താലും വേണ്ടിയല്ല, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. സാധാരണക്കാരായ മനുഷ്യർക്ക് ജീവിക്കാനുള്ള സ്ഥിതി ഇവിടെ സംജാതമാക്കുവാൻ ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ട്. ആനകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർ, കടുവ, പുലി എന്നീ ഹിംസ്ര ജന്തുക്കളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നവർ, കുരങ്ങ്, മറ്റ് വന്യജീവികളുടെയൊക്കെ ആക്രമണത്താൽ കൃഷിനാശം സംഭവിക്കുന്ന അവസ്ഥ, ഇവിടെ കർഷകനും പാവപ്പെട്ടവനും അക്ഷരാർത്ഥത്തിൽ ജീവിക്കാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുകയാണ്. ഇത് യുദ്ധസമാനമായൊരു സ്ഥിതിവിശേഷമാണെന്ന് തിരിച്ചറിയണം. ഇതിനെതിരെ കത്തോലിക്ക കോൺഗ്രസ് അതിശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളും പ്രതിഷേധ നടപടികളും സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ജനത്തിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ബോധ്യമുള്ള ഏത് സംഘടനയെയും ചേർത്ത് പിടിച്ച് മനുഷ്യരെ സ്നേഹിക്കുന്ന സർവരുടെയും പിന്തുണയോടെ സർക്കാരുകളുടെ അലംഭാവത്തിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം കേരളമെമ്പാടും തുടങ്ങുമെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. നിർദ്ദിഷ്ട ജനദ്രോഹകരമായ വനം നിയമ ഭേദഗതിയെ തള്ളിക്കടഞ്ഞ അങ്ങ് ഈ അവസരത്തിലും വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തി ഈ നാട്ടിലെ ജനങ്ങൾക്ക് സുരക്ഷിതത്വത്തിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസിൻ്റെ പേരിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.